Hi guys, welcome to our new vlog. This is a very vlog because this is again nostalgia through food and this is definitely going to take a lot of you guys back to your childhood or give you really good memories. അപ്പോൾ ഇത് ഒരിക്കലും ഒരു റിവ്യൂ വീഡിയോ അല്ല, നിങ്ങളുടെ മെമ്മറീസിലേക്ക് തിരിച്ച് നിങ്ങൾക്ക് ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഉദ്ദേശം മാത്രമാണ് ഈ വ്ളോഗിൽ കൂടെ. അതിൻ്റെ ഓബിയസ്ലി കുറച്ച് നല്ല ഫുഡും കാണും. ആൻഡ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ വ്ളോഗിൽ അല്ലെങ്കിൽ എനിക്ക് ഈ സ്ഥലം റിലേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലി ആയിട്ടോ കസിൻസായിട്ടോ വരുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് വരണമെങ്കിൽ ഏത് വേഷത്തിലും വരാം. എൻ്റെ അമ്മ നൈറ്റി വരാറുണ്ട്, അച്ഛൻ ലുങ്കിയിൽ വരാറുണ്ടായിരുന്നു, ഞാനാണെങ്കിൽ ഇപ്പോൾ ജിമ്മിലെ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ആൻഡ് ഈ റോഡിൽ തുടക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിക്കവർക്കും ഗസ് ചെയ്യാൻ പറ്റും ഇത് ഏത് സ്ഥലമാണ്. ഈ ഒരു ഇടവഴിയിലേക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും ഏതാ സ്ഥലം അല്ലേ. എല്ലാവരുടെ മുഖത്ത് ഒരു ചെറിയ ചിരി കാണും. ഇത് അറിയാത്തവരാണെങ്കിൽ നിങ്ങളിവിടെ വരണം. ഞങ്ങളുടെ ഒരു അഭിമാന സ്ഥാപനമാണിത്. ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷമൊക്കെ നമുക്ക് അടുത്ത് പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫുഡിങ്ങൊക്കെ എത്തിയിട്ടുണ്ട്. ഓബിയസ്ലി നമ്മുടെ 5 ദോശയുടെ ഒരു മെയിൻ ആളാണ് മുകേഷ്. മുകേഷ് ഇന്ന് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും അല്ലെ. പിന്നെ മീശയൊക്കെ പിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടൻ ഫാൻസ് അസോസിയേഷന്റെ ഒക്കെ ഹെഡാണ്. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഞങ്ങൾ എല്ലാവരും ലാലേട്ടൻ ഫാൻസ് ആണ്, കേരളത്തിലെ ഹെഡാണ്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവര് മെനു ഒക്കെ ഡിസ്കസ് ചെയ്യട്ടെ. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു മെനു ഒക്കെ കാണിച്ചില്ല അറിയാത്തവർക്ക്. ഇവിടെ നമുക്ക് മെയിൻ സംഭവം ഇവിടുത്തെ ലൈവ് ദോശ ഉണ്ടാക്കുന്ന കാണാം. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കൊച്ചിലൊക്കെ ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി മാത്രം വരുമായിരുന്നു. ആൻഡ് ഇപ്പോൾ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ റോസ്റ്റിൻ്റെ ഒരു വെറൈറ്റീസ് ഉണ്ട്, മസാലയുടെ ഉണ്ട്, ഒണിയൻ ടൊമാറ്റോ, ചട്നി, റവ, ചീസൊക്കെ പുതിയതാണ്, ലസൂൺ അതൊക്കെ എന്താണെന്ന് പിന്നെ പറയാം. കാഞ്ചിപുരം ഇവരുടെ ഒരു ഹൈലൈറ്റ് സംഭവമാണ് പൊടി. എൻ്റെ ആബ്സല്യൂട്ട് ഫേവറേറ്റാണ് ഇവരുടെ പൊടി ദോശ. പിന്നെ കാഷ്യൂ, ഡക്ക്, അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എഗ്ഗ്, കാട എഗ്ഗാണ്. പിന്നെ ഓൾ ഇൻ വൺ വെറൈറ്റി ആൻഡ് ഓംലെറ്റ് തൊട്ട് നമുക്ക് വിടാം. കാരണം വെറൈറ്റി വരെ എത്തുമ്പോൾ തന്നെ 166 വെറൈറ്റി ദോശയുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെ പോലെ വെറുതെ കാണിക്കുന്നതല്ല, ഇവിടെ ഇതിൽ ഏത് ദോശ വേണമെങ്കിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് പിന്നെ സ്നാക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ദോശ തന്നെയാണ് എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടം. അന്നൂടെ ഇവരുടെ ലൈൻ ദോശ. അപ്പോൾ ആക്ച്വലി അവിടെ ആ ഷട്ടർ കാണുന്ന അവിടെയായിരുന്നു അവർ ആദ്യമേ തുടങ്ങിയത്. ആദ്യമേ അല്ല, അവിടെയായിരുന്നു അവർ എല്ലാവർക്കും പരിചയമുള്ളത്. അതൊരു 80s 85 ആയിരുന്നു. അതിന് മുമ്പ് അവർ സ്ട്രീറ്റിൽ തുടങ്ങിയതായിരുന്നു, സ്ട്രീറ്റ് സൈഡ് ജോയിൻ്റ് ആയിരുന്നു. ഇപ്പോൾ അവർക്ക് 3 ബ്രാഞ്ചുണ്ട്. പിന്നെ ഇപ്പോൾ ഓബിയസ്ലി നമ്മൾ വന്നിരിക്കുന്നത് അവരുടെ ND റോഡ് ബ്രാഞ്ചിലാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രാഞ്ച്. ആ ഒരു സ്റ്റൈലൊക്കെ ഞങ്ങൾ ആക്ച്വലി കൊച്ചിയിലേക്ക് ഇവിടെ വന്നുകൊണ്ടിരുന്നാണ് ഇത് കാണാനായിരുന്നു. നല്ല സൗണ്ട് തന്നെ ഉണ്ടല്ലോ. അതെ, 166 വെറൈറ്റി ദോശയുണ്ട്. 166. എനിക്ക് 100 പറ്റുള്ളൂ. പറ്റൂലല്ലേ? അന്താണ് ഇവിടുത്തെ എന്ത് പറയാനല്ലേ. എത്ര വർഷമായി ദോശയില്ല ഇവിടെ. ചെയ്യണം കേട്ടോ. പിന്നെ എത്ര വർഷം 5 ദോശയിലങ്ങ് ഇറക്കിയിട്ടുണ്ട്. അതിവിടെ പാരമ്പര്യമായിട്ടുള്ള ഒരു കടയാണ്. എനിക്ക് കുട്ടി ദോശാസ് നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഏകദേശം ഇവിടെ ഈ ഒരു കടയിൽ മാത്രം എത്ര ലിറ്റർ മാവ് വേണ്ടി വരും? അങ്ങനെ പറയാൻ പറ്റില്ല, തിരക്ക് പോലെ ഇരിക്കും. മുട്ടയോ? മുട്ട ഇപ്പൊ എഗ്ഗ് കൂടുതൽ പോണ ദിവസമാണെങ്കിൽ എത്ര വരെ പോകും? മാക്സിമം നമ്മൊരു 1000 മേടിക്കുന്നുണ്ട്. 1000 മുട്ടയ്ക്ക് ചില ദിവസം പോകുന്നത് അതെന്താ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൽ കൂടുതലും പോകും അല്ലേ? കൂടുതലും പോകും. ചില ദിവസം വെച്ച് കഴിക്കും, ചില ദിവസം കഴിക്കും. നമുക്ക് അങ്ങനെ ഏത് ദിവസം അത് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ മാവെല്ലാം ഇപ്പോഴും പഴയതുപോലെ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്? വീട്ടിൽ തന്നെ ഉണ്ടാകും. വീട്ടിലുണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും ഇത്രയും വർഷമായിട്ട്. ഏറ്റവും ബെസ്റ്റ് ഇന്ന് നല്ല മഴയുണ്ട് വെളിയിൽ. നല്ല മഴയും നല്ല ദോശയും നല്ല ചൂടോടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ.
അടുത്തത് ഏതാ ദോശ? ഏതാ? അമ്പിദോശ. അമ്പിദോശ അന്തു ദോശയായിട്ട് വല്ല ബന്ധമുണ്ടോ? അങ്ങനെ അങ്കുചേട്ടന് നല്ല ഫേവറേറ്റ് ദോശയാണ് അത് പണ്ടേ പോലെ ഇത് കഴിക്കണ ദോശയാണ് അന്തൂന്. ആ ഓക്കെ, അപ്പൊ അന്തൂന്റെ ഫേവറേറ്റ് ദോശയാണ് അമ്പിദോശ. പണ്ട് തൊട്ടേ കഴിക്കുന്നത്. ഇപ്പൊ 20 വയസ്സായിട്ടുള്ളൂ, ഒരു 10 കൊല്ലം മുമ്പ്. കേൾക്കണ്ട. അതാ 20 വയസ്സ് 25 വയസ്സുണ്ട്. അയ്യോ ദോശയായിട്ട് അന്ത് പോകുന്നുണ്ട്. കൂടെ ആർക്കെങ്കിലും കഴിച്ചാൽ എന്നാലും നമുക്ക് അടുത്ത ദോശ എടുക്കാൻ പറ്റും. എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടമുള്ളത് കട്ടി ചമ്മന്തി. അതൊരു സംഭവമാണ്. ഇവിടെ ഒരു അച്ചാറുണ്ടല്ലോ, ഒരു കടലക്കറി ഉണ്ട്. എങ്ങനെയുണ്ട് മഴയത്ത് ദോശ കഴിച്ചിട്ട്? മഴയില്ലെങ്കിലും നല്ല ടേസ്റ്റ്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. മഴ, ചൂട്, വെയിൽ ഒന്നും നല്ല ഭക്ഷണം കിട്ടിയാൽ മതി. എന്തായാലും ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ ദോശ കഴിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. അത് എസ്പെഷ്യലി നമ്മുടെ പൈദോശ. നമ്മൾ ഫാൻസി ഐറ്റംസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ തുടങ്ങാം. ഇതൊരു സ്റ്റാർട്ടർ. നല്ല ചൂട് ദോശ, ഇവരുടെ തേങ്ങാ ചമ്മന്തി. അടിപൊളി ദോശ. എന്ത് പറയാനല്ലേ, ഭയങ്കര സോഫ്റ്റാന്ന് മാത്രമേ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അടിപൊളി. നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും സിമ്പിൾ സാധനത്തിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ. വരട്ടെ. അടുത്തത് മറ്റേ എന്താ, അമ്പിദോശ. അതൊരു സംഭവമാണ്. അടുത്ത അമ്പിദോശയാണ്, ഒരു സംഭവമാണ്. അതെന്താന്ന് നമുക്ക് നേരിട്ട് പോയി മുകേഷിന്റെ അടുത്ത് തന്നെ നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. അടുത്ത നമ്മുടെ അമ്പിദോശ എന്തൊക്കെയാ വരുന്നത്? അതായത് കാടമുട്ടയാണ് വന്നെ. കാടമുട്ട 8 വരും കാടമുട്ട. പിന്നെ കാടമുട്ട വേണ്ട. അടിപൊളി, നല്ല ഫ്രഷ് കാടാമുട്ട. ഇതാകുമ്പോ പിള്ളേർക്ക് ആസ്മൊന്നും അറിയില്ല, ഓരോന്ന് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ്. ചെറിയ പിള്ളേർക്ക് ഡെയിലി ഓരോന്ന് വെച്ച് കൊടുക്കാൻ ചെയ്യാം. സൂപ്പർ ആയിരിക്കും. എനിക്കൊരു മോനുണ്ട്, ഞാൻ അവന് ഡെയിലി കാടമുട്ട കൊടുക്കും. ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആസ്മയ്ക്കുള്ള മരുന്നാണിത്, പണ്ടത്തെ. പിന്നെ വേറെ എന്തൊക്കെ വരും നമ്മുടെ ഇതില്? അമ്പിദോശയിൽ എന്ന് പറഞ്ഞാൽ ഓണിയനും ടൊമാറ്റോ, പിന്നെ മുളക്, ഇഞ്ചി, മല്ലി പൊടി, ഇത് കാടമുട്ട. ഞങ്ങൾക്ക് ലൈവായിട്ട് കാണാം. പറയാനായിട്ട് ബെറ്റർ ലൈവായിട്ട് കാണാം. അപ്പൊ അമ്പിദോശ ഉണ്ടാക്കാൻ പോണേ. ഇത് എത്ര കേട്ടാലും മതിയാവാത്തൊരു സൗണ്ടാണ്. ദോശക്കാലിന് വെള്ളം ഒഴിക്കാൻ പോകുന്ന സൗണ്ട്. നിങ്ങളുടെ ഈ മാവ് മാത്രമായിട്ട് എന്താ വെളിയിൽ വെക്കാത്തത്? ഏതാണ് ഈ മാവ്? നമുക്ക് മാവ് തികയില്ല, അതുകൊണ്ടാണ് വേണ്ടി വെളി വെക്കാത്തത്. നമുക്ക് തന്നെ അരച്ചെത്തൂല, തികയില്ല അല്ലേ? അതുകൊണ്ടാണ്. ഇവിടെ ഒരു ദോശ ബാക്കിയുണ്ട്. കഴിക്കുക. അടുത്ത പറഞ്ഞില്ലേ? അടുത്തത് ഞാൻ അമ്പിദോശ. ഫേവറേറ്റ് ദോശ. അത് പേര് ചിലപ്പോൾ മാറ്റി അമ്പദോശ ആക്കുന്നതായിരിക്കും. അടുത്തത് ആദ്യം ഓണിയൻ ഇടാൻ പോണേ. ഓക്കെ, ഓണിയൻ, ടൊമാറ്റോ, മുളക്, ഇഞ്ചി, മല്ലി. അത് കഴിഞ്ഞ് ഇപ്പൊ മുളകില്ലെങ്കിൽ മുളക് ഇടാൻ ഞങ്ങൾക്ക് ഇടാൻ കേട്ടോ. ചിലർ മുളകൊന്നും കഴിക്കില്ല, ചിലവർക്ക് എരിവുള്ളത്. നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് മല്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, നല്ല കളർഫുൾ ദോശയാണ്. ഇതിനായിട്ട് കളർഫുൾ ഉണ്ട്. ഭരതനസൈ. അതടുത്തത് ഭരതനസൈ. അടിപൊളി. അപ്പൊ ഇതിനായിട്ട് ഭരതനസയും കഴിക്കണം കേട്ടോ. പിന്നെ ഇതെല്ലാം ഒരു പേസ്റ്റ് പോലെ ആവും അല്ലേ? ഇത് സ്നാക്സ് എടുക്കും, നല്ല അത്യാവശ്യം നെക്കിയിട്ട് ഇങ്ങനെ എടുക്കും. പൊടി ഇടാൻ പോണേ. പൊടി, ഇഡ്ഡലിപ്പൊടി. ഇവിടുത്തെ പൊടി ഭയങ്കര സംഭവമാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്? അതെ. ഭയങ്കര ടേസ്റ്റ് ആണ് ഇവിടുത്തെ പൊടി. പൊടി ഇഡ്ഡലിപ്പൊടി എന്ന് പറയും. ഭയങ്കര ടേസ്റ്റ്. പക്ഷെ സാധാരണ ഇഡ്ഡലിപ്പൊടി അല്ല കേട്ടോ. ഞാൻ വേറെ എവിടെ ഇങ്ങനത്തെ ഒരു ഇഡ്ഡലിപ്പൊടി അത് പറയില്ല. വർഷങ്ങളായിട്ട് 40-50 വർഷമായിട്ടുള്ള ട്രേഡ് സീക്രട്ട്. അത് ഓരോ വീട്ടിലും ഓരോ ട്രേഡ് സീക്രട്ട് ഉണ്ട്. അതെ, അത് ഒരിക്കലും പറയാൻ അത് തന്നെ ആ വീട്ടിൽ തന്നെ കിട്ടുള്ളൂ, അത് എല്ലാവരുടെ വീട്ടിലൊന്നും കിട്ടൂല. അതെ, KFC-യുടെ ഒന്നും സീക്രട്ട് അല്ല. സീക്രട്ട് നമ്മുടെ പൈദോശയുടെ സീക്രട്ട് ആണ്. സീക്രട്ട് അങ്ങനെ സീക്രട്ട് ഒന്നും എല്ലാവർക്കും ഉണ്ടാക്കുന്ന പോലെ സീക്രട്ട്. എന്നാലും ഈ ടേസ്റ്റ് വരുന്നല്ലോ. നമ്മൾ വർഷങ്ങളായി നോക്കുന്ന ഒരു സംഭവമാണ്. ഇനിയാണ് കാടമുട്ട ഒഴിക്കാൻ പോണം. അടിപൊളി. ആ മുട്ടയുടെ അടിക്കുന്ന സൗണ്ട് ഒക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. അപ്പൊ സൗണ്ട് കേൾക്കൂല. ആ ബുൾസയാണോ? അപ്പൊ സൗണ്ട് കേൾക്കുന്ന ദോശ നമുക്ക് ഒന്നും ചെയ്യണം. ചെയ്യാം.
ഇതിൽ പുളിച്ചായി അത് ഇടുന്നത്, അതുകൊണ്ട് ആ മുട്ട അടിക്കുന്ന സൗണ്ട് കേൾക്കില്ല. പക്ഷെ അത് കുഴപ്പമില്ല. വേറെ 8 എണ്ണം കൗണ്ട് ചെയ്തു. 8 നല്ല സൂപ്പർ കട മുട്ട. ഇത് കണ്ടിട്ട് തന്നെ ഇങ്ങനെ തന്നെ എടുത്തോണ്ട് പോകുന്നു. കല്ലോടെ എടുത്താലും കാടയ്ക്കൊന്നും ഒരു വിലയില്ലാന്ന് മനസ്സിലായി ഇവിടെ വന്നിട്ട്. 8 മുട്ടയ്ക്ക് ചുമ്മാ പോവുക. അത് ഉള്ളി പൊട്ടിക്കാൻ അപ്പൊ കാടമുട്ട ഇടാൻ വേണ്ട. ഇതൊരു സംഭവം എനിക്ക് ഒഴിക്കല്. വാവ്, നല്ല പുളിച്ചായിട്ട് തന്നെ കിടക്കും ദോശ. ഇത് ഇനി കുറച്ച് പെപ്പർ ഇടും. അടിപൊളി. എന്നോട് അടുത്ത വീഡിയോ എടുക്കാൻ പോകാറിയാണ് അടുത്ത ദോശയാണ്. പക്ഷെ ഞാൻ ഇത് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇത് ആക്ച്വലി ഫോൾഡ് ചെയ്താണ്. ഫോൾഡ് ചെയ്തേക്ക് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ തന്നാണ്. കുഴപ്പമില്ല, നമുക്ക് തന്നെ ഫോൾഡ് ചെയ്യാം. അപ്പൊ ഇതുപോലെ തന്നെ കഴിക്കാം. ഇത് ഫോൾഡ് ചെയ്തില്ലെങ്കിലാണ് കഴിച്ചത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം കണ്ടുകൊണ്ട് കഴിക്കാമല്ലോ ഈ ഒരു കളറും ടേസ്റ്റും. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ദോശ എടുത്തിട്ട് മുട്ടയുടെ യോക്ക് തന്നെ നമുക്ക് ചമ്മന്തി ഉപയോഗിച്ച് കഴിക്കാം. ഭയങ്കര ടേസ്റ്റ്. എന്ത് പറയുന്നത്, ഫ്ലേവേഴ്സ് ഡാൻസിങ് ഓൺ ദ ടങ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്തിൻ്റെ ടേസ്റ്റാണെന്ന് അറിയില്ല. അത് എല്ലാം കൂടെ കൂടുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. എസ്പെഷ്യലി മുട്ടയുടെ ബുൾസായൊക്കെ പൊട്ടി ദോശയിൽ ഒഴുകുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. ആ പൊടിയാണ് മെയിൻ ഹൈലൈറ്റ്. അതായത് അമ്പി ദോശയുടെ ഇതായി ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പോയി നോക്കട്ടെ അടുത്തത് എന്താണ്. ഓക്കെ, പെട്ടെന്ന് നോട്ടെ. ആ മറ്റേ ഭരതനസ് എന്തൊക്കെ പറയുന്നുണ്ട്. ഒരു 5-6 വെയിറ്റ് ചെയ്യണം. ജിം തൊട്ടപ്പുറത്താണ്. ഇതേഴ് നേരെ ജിമ്മിലേക്കാ പോകും. മോഡേൺ ആയിട്ടുണ്ട് ലൈം ജ്യൂസിലൊക്കെ. ആൻഡ് ലൈം ജ്യൂസ് ഇല്ലാതെ പിന്നെ നമുക്കൊരു ഫുഡ് ഇല്ലല്ലോ. ഭയങ്കര ടേസ്റ്റാണ്. വളരെ നാടൻ സ്റ്റൈൽ നാരങ്ങളുള്ളതാണ് ഇവിടെ അല്ലേ. പഴയ ഒരു ടേസ്റ്റാണ് ഇത്. എങ്ങനെയത് കിട്ടുന്നതെന്ന് അറിയില്ല. അടുത്ത ട്രേഡ് മാർക്ക് ഭരതരസായി. ഇത് എങ്ങനെയാന്ന് നമുക്ക് ചെയ്ത് തന്നെ കാണാം. ഇതൊരു വ്യൂവർഷിപ്പിന് വേണ്ടി ജെഫ്രിയൊക്കെ വന്നിരിക്കുക. അത് കാണുന്നത് തന്നെ ഒരു സംഭവം അല്ലേ. പകുതി എക്സ്പീരിയൻസ് കാണുന്നതാണ്, പകുതിയാണ് കഴിക്കുന്നത്. ആദ്യം ഓണിയൻ, സവാള, ടൊമാറ്റോ, ബീട്രൂട്ട്, ഇത് ഫുൾ കളറാണല്ലോ. ക്യാരറ്റ്, ഭയങ്കര കളർഫുൾ. വരുന്നേ ഉള്ളൂ. പച്ചമുളക്, മല്ലി, ഇഞ്ചി. വേറെ സംഭവം പിള്ളേരൊക്കെ ഇവിടെ കൊണ്ടുവന്ന ആവശ്യത്തിനോടെ പച്ചക്കറി കഴിച്ചത് അറിയില്ല. ടേസ്റ്റിലൂടെ പോയിക്കോളൂ. അടുത്തത് 3 ടൈപ്പ് ചട്നി, ലസൂൺ ചട്നി. ഇത് ലസൂൺ ചട്നി. ഇത് എന്തൊക്കെ ഇതിനകത്ത് വരുന്നത് ലസൂൺ ചട്നിയിൽ? തേങ്ങ വറുത്തരക്കുന്ന ചട്നിയാണ്. തേങ്ങ വറുത്തരക്കുന്ന. ആ, പിന്നെ കുറച്ച് ഉമ്മൻ ചട്നി. ഉമ്മൻ ചട്നി. ആ, പാവം. അത് സ്പൈസിയാണ്. കുറച്ച് സ്പൈസി ചട്നി. കണ്ടിട്ട് തന്നെ ഉണ്ടല്ലോ. ഇനി കുറച്ച് ചട്നി, തേങ്ങ ചട്നി, തേങ്ങാ ചമ്മന്തി. ആ, ഇതപ്പോ ചമ്മന്തി വെച്ചോള ഒരു കളിയാണല്ലേ. ചമ്മന്തി മാത്രമല്ല, കൈകട്ടിയില്ല. കുറച്ച് എനിക്ക് കിഴങ്ങ് വരും. കിഴങ്ങ്, ഒരു പ്ലെയിൻ മസാല പക്ഷെ ഞങ്ങൾക്ക് വേണം. അതൊരു സംഭവമാണ്. എന്തായാലും കഴിക്കാൻ പറ്റും. പഴയ നോസ്റ്റാൾജിയിലൊക്കെ പോണെങ്കിൽ ഒരു സാധാരണ മസാല പക്ഷെ കഴിക്കണം. ഇതൊരു സംഭവം ഇതൊരു ഭരതനസയില്ലേ കഴിച്ചു തന്നെ ആ ലെവൽ തന്നെ ആവണല്ലോ. ഭരതനസേനെ പോലെ തന്നെ ആയിരിക്കണം. ആ പുകയൊക്കെ പോകുന്നുണ്ട്. മണം ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഈ ക്യാമറയിൽ മണം കൂടെ പിടിക്കാൻ ക്യാപ്ചർ ഉള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫുഡ് ബ്ലോഗ്സ് കുറച്ചും കൂടെ അടിപൊളിയാണ്. ഓ, കാഷ്യൂ. ഏതോ കാണുമുണ്ട. ഓ, ഇത് എത്ര ഉണ്ട്? 8 എണ്ണം തന്നെ വരും. 8 എണ്ണം. അപ്പൊ ഇതൊക്കെ 16 നമ്മൾ കഴിച്ചിട്ടുള്ളൂ. ഒരു 50 എണ്ണം കഴിക്കാമല്ലോ. 100 കുഴപ്പമില്ല. കുറച്ച് പെപ്പർ. ഇനി പെപ്പറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭരതൻ എസ്ഐ റെഡി. യൂണിഫോം ആണ് ശരിക്കും ഭരതൻ എസ്ഐ ഇട്ടത്. ഭരതനസ ട്രൈ ചെയ്യാൻ പോണേടാ. ഭരതൻ എസ്ഐ റിപ്പോർട്ട് അഴിക്ക് ഭരതനസൈ രണ്ട് കാര്യം പറയുന്നുണ്ടെന്ന്. അതെ, ഭരതൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വേഗം ആവട്ടെ. എന്നിട്ട് വേണം നമുക്ക് അടുത്തത് ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും നമുക്ക് ഇവിടെ നിന്നുള്ള നമ്മുടെ ഒരു ടേസ്റ്റിംഗ് സെഷൻ കഴിയാനായിട്ട്. ആഹാ, കൊള്ളോ?
എനിക്ക് ജെഫ്രിയോട് ഒരു വിരോധമുണ്ട്. ആദ്യത്തെ തവണ പൈദോശ വരുന്നതെന്ന് വളരെ മോശമാണ്. ഇനി തൊട്ട് റെഗുലറായി വന്നോണം. ഈ വഴിയൊക്കെ പോയ വെറുതെ വഴി ഇറങ്ങിയ ഒരു ദോശ കഴിച്ചിട്ട് പോയിക്കോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, എല്ലാം 3 ടൈപ്പ് ചട്നിയും മുട്ടയും ബീട്രൂട്ടും ഭയങ്കര ടേസ്റ്റാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് എൻജോയിങ് ദ ദോശ ഇൻ ദിസ് വെദർ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇങ്ങനത്തെ ഇത്ര അടിപൊളി സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ ഒരു ലൈം ജ്യൂസും കൂടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ. പിന്നെയുള്ള നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട് ദോശകൾ. ഇതെങ്ങനെ ഇവർ ഇത്രയും കോമ്പിനേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടുപിടിക്കുന്നത്? ഇവർ തന്നെ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണോ അതോ ഇൻസ്പയർഡ് ആവുന്നതാണോ? ഒരു ഐഡിയ ഇല്ല. ഒരു പറയില്ല കേട്ടോ, കുറെ സീക്രട്സ് ഒന്നും അവർ പറയില്ല. ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്നാണ് അവർ പറഞ്ഞത്. അതെ, വേറെ എത്ര ദോശക്കാർ വന്നാലും പൈദോശേനെ ഒന്നും വെട്ടിക്കാൻ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഭയങ്കര ടേസ്റ്റ്. അപ്പൊ നമ്മുടെ ഭരതൻ എസ്ഐയും ക്ലീനായി, ജെഫ്രിയുടെ ലൈം ജ്യൂസും ക്ലീനായി. അടുത്ത ലൈം ജ്യൂസ് ഓർഡർ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത ദോശയിലേക്ക് പോകാം. അടുത്ത എന്താണെന്ന് ചോദിക്കാം. മുകേഷിനെ അവിടെ നടക്കുന്നുണ്ട്, ഭയങ്കര തിരക്കിലാണ്. എന്നാലും നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കാണുന്നത്. അപ്പൊ അടുത്തെന്താ നമ്മൾ ട്രൈ ചെയ്യുന്നത്? അടുത്തെന്താ വേണ്ട പറഞ്ഞോ. ചെറിയൊരു നോർമൽ മസാല ദോശ ആയിക്കോട്ടെ. അതൊന്ന് ട്രൈ ചെയ്യും. സാധാ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നോസ്റ്റാൾജിയ വരുന്നത്. ഇപ്പോഴല്ലേ നമുക്ക് എല്ലാം ട്രൈ ചെയ്യാൻ സമയമില്ല, 5 മണിക്കൂറെങ്കിലും വേണമല്ലോ. അപ്പൊ ഏറ്റവും നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള 2 ദോശകൾ ഉണ്ടാക്കി തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സാധാരണ എഗ് ദോശ, പിന്നെ ഒന്ന് സാധാരണ മസാല ദോശ. സാധാരണയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഈ ഒരുപാട് ടൈം ദോശയൊക്കെ ഉണ്ടാക്കുന്നത് എഡിറ്റ് ചെയ്തായിരിക്കും ഇടുന്നത്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യില്ല, കാരണം ഇത് കണ്ട് തന്നെ വെറുതെ ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു സൗണ്ട് ഇത് മിക്കവാറും ഈ ബ്ലോഗ് കണ്ട് നമ്മൾ തന്നെ കൊതിയടിച്ച് നമ്മൾ തന്നെ വീണ്ടും വരുന്നത്. അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഈ നല്ല മസാല ഇതാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ എത്ര 50 വർഷം മുമ്പുള്ള മസാല രീതിയാണ് ഇപ്പോഴും അവർ ചെയ്യുന്നത്. അതാണ്, ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. മുട്ട ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ മസാല ദോശ ഓൾമോസ്റ്റ് റെഡി. അന്ന് 2 മസാല ദോശയായിട്ട് അങ്ങനെയാണ് വരുന്നത്. ഇവിടെ എങ്ങനെ രണ്ടെണ്ണം കൊടുക്കും. ഓ, അതാണ്. ഒരെണ്ണം പറ്റൂല. ആർക്കും ഒരെണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല. നല്ലൊരു തീരുമാനമാണ്, വളരെ നല്ല തീരുമാനമാണ്. നമ്മൾ ഒരു മസാല ദോശ എന്ന് പറഞ്ഞാൽ 2 തരുള്ളൂ. അത്യാവശ്യമാണ്. നമ്മളുടെ തീറ്റ അവർ കണ്ടല്ലോ. അതുകൊണ്ടല്ല, നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ടല്ല, ഇതിങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. ഇനിയിപ്പോൾ എഗ് ദോശ മർക്കിട്ട് ഒന്ന് വേകാൻ വേണ്ടി സംഭവമാണ്. നീ ഉണ്ട് നമുക്ക്. എത്ര വർഷമായി മുകേഷ് ഇവിടെ വരുന്നത്? ഞാൻ ജനിച്ചവരും ഇവിടെ തന്നെയല്ലേ. അതെ, പക്ഷെ ഒഫീഷ്യലി വരാൻ എന്റെ ക്ലാസ്സിന്റെ ഞാൻ വന്ന് ഇവിടെ നിങ്ങൾ എല്ലാവരും അങ്ങനെയായിരുന്നു അല്ലേ? കൊച്ചിലേ തൊട്ട് ഇവിടെ തന്നെയായിരുന്നു. ദോശ റെഡി. ജെഫ്രി വാങ്ങിക്കോ. ഇതിന്റെ മുകളിൽ പെപ്പറും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു ലുക്കാണ്. പിന്നെ ഇവരുടെ ഇവിടെ പിക്കിള് ആണ് സംഭവം കേട്ടോ. ഇവരുടെ ഈ ദോശ മുട്ട ദോശയും പിക്കിളും ഭയങ്കര കോമ്പിനേഷൻ ആണ്. ഇതൊന്നും ഇത്രയും മസ്റ്റായിട്ട് കഴിച്ചില്ല. ഇതൊന്ന് കഴിച്ചു നോക്കും. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചോണ്ടിരുന്നത്. ഇതോ എഗ് ദോശ? എഗ് ദോശ കഴിക്കില്ലെങ്കിൽ തീരും. കഴിക്കാൻ പോകാം. പണ്ട് കഴിച്ച ഓർമ്മയിൽ ഇരിക്കേണ്ടി വരും. പണ്ടത്തെ ഓർമ്മയിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഞാൻ വേഗം കഴിച്ചില്ലെങ്കിൽ. മസാല ദോശ പ്രിയ ഉണ്ടല്ലോ, ഇത് കാണുമ്പോ ഒരു രക്ഷയാണ്. ഭയങ്കര ടേസ്റ്റ്. ഈ മുട്ട ദോശ അച്ചാറിൽ മുക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യം ഒന്നും പറയല്ലോ. ഇവൻ മസാല ദോശ ഉണ്ടല്ലോ പ്ലെയിൻ. എനിക്ക് മഞ്ഞ കളർ മസാലയാണ് ഏറ്റവും ഇഷ്ടം. ചിലയിടത്ത് ഈ പിങ്ക് ഒക്കെ ആയിട്ട് തരുമല്ലോ, അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ കൂടെ നല്ല പെർഫെക്റ്റ്ലി ക്രിസ്പി ദോശ. അടിപൊളി. ഗൈസ്, അപ്പോൾ നമ്മൾ എഗ് ദോശയും കഴിഞ്ഞിട്ടുണ്ട്. 2 മസാല കുറച്ചും കൂടി ഉണ്ട്. ജെഫ്രി നോ വേസ്റ്റിംഗ്.
വേസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മള്. അയ്യോ ചമ്മന്തി കഴിഞ്ഞു കുറച്ചുകൂടി ചമ്മന്തി വേണം. നോ വേസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോവാം. ഇനി അടുത്ത എന്താന്ന് ചോദിക്കാം സ്പെഷ്യലി. അപ്പൊ ഇവിടെ വേറൊരു ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊടി കാട എഗ് ദോശ. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ നമ്മൾ വേറെ 2 എണ്ണം പറഞ്ഞു പോയി, അതുകൊണ്ട് പിന്നെ ട്രൈ ചെയ്തില്ല. പൊടി കാട പുൾസായി. ഇത് എഗ്ഗും കുറച്ച് സ്പൈസിയും പിന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാണുന്നതിന് ഈ സൂക്ഷിക്കാൻ തന്നെ എന്തൊരു ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. ഇത്രയും കഴിച്ചാൽ അത്ര ഹെവി ആയിരുന്നു. ലൈറ്റ് ആയിട്ട് അപ്പൊ ഹെവി ദോശ, അതിന്റെ പേരൊക്കെ പറഞ്ഞിരിക്കാൻ ദുണ്ട് ദോശ. അത് പറയണ്ട, കാണാനെങ്കിൽ കാണാൻ മതി. അപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. ഒന്നും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കില്ല. പറയാനായിട്ട് കണ്ട് സിനിമയുടെ ക്ലൈമാക്സ് കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നത്. സവാള വന്നു, ടൊമാറ്റോ വന്നു, ബീട്രൂട്ട് വന്നു, ക്യാരറ്റ്, മല്ലി, മുളക്, ഇഞ്ചി. കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന ഫ്രഷ് ദോശയാണ്. കാരണം ഒരിക്കലും ഹോം ഡെലിവറി സ്വിഗ്ഗിയോ സൊമാറ്റോ ചെയ്താലും ദോശ ഒരിക്കലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കഴിക്കാൻ പറ്റില്ല. അത് ഇവിടെ വന്ന് ലൈവായിട്ട് തന്നെ കഴിക്കണം. നിങ്ങൾ വിചാരിക്കരുത് ഇത്രയേ ഉള്ളൂ ഫില്ലിങ്ങിന് ദോശ. ഇത് വെറും ബേസേ ആയിട്ടുള്ളൂ. ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ സാധനങ്ങൾ. അടുത്ത് 2 മുട്ട. യെസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫുഡീസൊക്കെ ഇങ്ങനെ മുട്ട പൊട്ടി നിൽക്കുന്നതും അതിൽ ആ യോക്കൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ശരിക്കുള്ള ഫുഡീസ്. പിന്നെ ചട്നികൾ, തേങ്ങാ ചമ്മന്തി വന്നു, നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി വന്നു, രസവും ചട്നി വന്നു. എല്ലാം കുറച്ച് സ്പൈസി ചട്നി. അടുത്ത സ്പൈസി. ഓരോ സൈഡും ഓരോ ടേസ്റ്റ് ആണ്. ഓ അങ്ങനെയാണ്. ഓ, നമ്മുടെ 4 ഫേസ് പിസ്സ എന്നൊക്കെ പറയുന്ന പോലെ 4 ഫേസ് ദോശയാണ്. ഓരോ ബൈറ്റിലും ഓരോ ഫ്ലേവർ ആയിരിക്കും. എന്ത് വേണം വേറെ ദോശ ലാഭത്തിന്. പിന്നെ കുറച്ച് മസാല. അടുത്തത് മസാല വന്നു. ഇതിൻ്റെ അപ്പുറം നമുക്കൊരു വെറൈറ്റി ദോശ എവിടെയും കാണാൻ പറ്റുമെന്ന് തോന്നുമായിരിക്കില്ല. ഇതൊക്കെ മെയിൻ സാധനം എന്താണെന്നറിയോ? ഇത്രയൊക്കെ സാധനങ്ങൾ ചേർത്താലും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കാഷ്നട്ട്, അപ്പോൾ ഒരു ക്രഞ്ചിനെസ്സും വന്നു ദോശയിൽ. ചീസ് ഗൈസ്, ചീസ്. ദോശയിൽ ചീസ്, ഇവിടെ മുട്ടയും ചട്നിയും. ടോപ്പ് ഇറ്റ് ഓഫ് കുറച്ച് മല്ലി. നമ്മുടെ ദുണ്ട് ദോശ റെഡി. വാവ്. 2 കൈ കൂടെ വാങ്ങും ജെഫ്രി. ദുണ്ട് ദോശയിൽ ആ റെസ്പെക്ട് ഒക്കെ കൊടുക്കണം കേട്ടോ. ഇത് പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. കാരണം ഏത് ഭാഗത്തുനിന്ന് എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ആ ദോശയ്ക്ക് കിട്ടുന്നത്. ഞാനപ്പോൾ എഗ്ഗും ചീസുള്ള ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാം. കിട്ടും. ഇത് എന്തൊരു ഭംഗിയാന്ന് നോക്ക്. ഇറ്റ്സ് സോ അപ്പീലിംഗ് ആൻഡ് സോ ഫുൾ ഓഫ് ഫ്ലേവേഴ്സ്. ഇത് ഏത് സൈഡിൽ നിന്ന് എന്ത് തുടങ്ങണം എന്നറിയില്ല, പക്ഷെ ഇത് ഭയങ്കര ഒരു ടേസ്റ്റി സംഭവമായിരിക്കും. ജെഫ്രിൻ്റെ തുടങ്ങി റെക്കോർഡ് ഒന്നും സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഈ കോമ്പിനേഷൻസ് ഒക്കെ എവിടെ ഉണ്ടാക്കും? അതെന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തിങ്ങനെയാണ് വീട്ടിൽ ട്രൈ ചെയ്യും. രാത്രി സമയം കിട്ടുമ്പോഴെല്ലാം ട്രൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ ഇതിപ്പോ ഞാൻ നോക്കിയപ്പോൾ 166 വെറൈറ്റി. ഇപ്പൊ അതിൽ കൂടുതലുണ്ട്. അപ്പൊ അതിൽ കൂടുതലുണ്ട് നമ്മുടെ ഉണ്ട്, ഇടാത്തതാണ്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആൾക്കാരത്ത് ചോദിച്ചാൽ അവരുടെ അഭിപ്രായം കേട്ടിട്ട് അവർക്ക് ഏതെങ്കിലും ടേസ്റ്റ് വേണമെന്ന് അതനുസരിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇപ്പോഴും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ആരും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അത് നിങ്ങളുടെ ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ ചിലവർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അവരുടെ ടേസ്റ്റിന് പറ്റിയ ദോശ കോമ്പിനേഷൻ ഉണ്ടാക്കി അല്ലേ? ഒട്ടും ഒരു റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു ഫുഡ് ഐറ്റം ഇതുവരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഈ ഒരു ദോശയാണ്. കാരണം എല്ലാ ബൈറ്റിലും വേറെ വേറെ ടേസ്റ്റാണ്. ഇതൊരു ഫുഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. വേറെ ഒന്നും പറയാൻ വയ്യ. ഇറ്റ്സ് സോ ടേസ്റ്റി ആൻഡ് ഇത് ഭയങ്കര ഒരു ഫീലാണ്. ഓരോ ബൈറ്റിലും ഓരോ ടേസ്റ്റ് വരുന്നത്. ഇതിലിപ്പോൾ ഞാൻ എഗ്ഗ് ഉണ്ട്, കാഷ്യൂ ഉണ്ട്, കുറച്ച് ചീസും ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ചട്നി ഉണ്ട്.
ഗായ്സ്, ഈ ഒരു ദുണ്ടദോശ ഉണ്ടല്ലോ, അത് സാധാരണ ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ അവരൊരു ചെറിയൊരു സാമ്പിളാണ് ഉണ്ടാക്കി തന്നത്. ഇതിൻ്റെ കാട്ടി വലിയൊരു പ്ലേറ്റിലാണ് അവർ ശരിക്കും സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും നല്ല വിശന്നിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം ഒന്ന് ഓർഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാ ഫ്ലേവേഴ്സും കിട്ടുന്നതായിരിക്കും ഈ ഒരു ഒറ്റ ദോശയിൽ കൂടെ. അതായത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്താലും ഞങ്ങൾ എല്ലാം കഴിച്ച് തീർത്തിട്ടാണ് പോകുന്നത്. അല്ലാതെ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം കാണിക്കുന്നതല്ല. വി ഫിനിഷ് ഓൾ അവർ ഫുഡ് ആൻഡ് നമ്മളൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. ബിക്കോസ് ഫുഡ് ഇല്ലാതെ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാരാണ് ലോകം മൊത്തം പട്ടിണി കിടക്കുന്നത്. സോ നെവർ വേസ്റ്റ് ഫുഡ്, റെസ്പെക്ട് ഫുഡ് ആൻഡ് എൻജോയ് ഈച്ച് ബൈറ്റ് ഓഫ് യുവർ ഫുഡ്. അതാണ് ശരിക്കും നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ടേബിൾ ക്ലീൻ ആക്കിയിരിക്കുകയാണ്. ഒരു ഫൈനൽ ദോശ പിള്ളേർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ദോശയാണ്. ഒരു പിസ്സയുടെ ഒക്കെ ഫ്ലേവറുള്ള ഒരു ദോശയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഫുള്ളായി എന്നൊക്കെ പറയും, പക്ഷെ നന്നായി വെട്ടിയടിക്കും. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ജെഫ്രി ഓൾവേസ് റെഡി. അപ്പോൾ കാഷ്യൂ ആയി, ലസൂനായി. ലസൂൺ ആക്ച്വലി ഇനി ലാസ്റ്റ് ചീസ് വീഴുന്നുണ്ട്. ചീസ് റെയിൻ ആണ്. ചീസ് റെയിൻ അപ്പോൾ ഇതായിരിക്കും പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ദോശയുടെ മുകളിൽ ലസൂൺ ചട്നി, സ്പൈസി അല്ല, ഗാർലിക് ബേസ് ആണ്. പിന്നെ 2 മുട്ട, കാഷ്യൂ ആൻഡ് ചീസ്. സോ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരാണെങ്കിൽ ഇത് വാങ്ങിക്കൊടുത്താൽ മതി. എന്തായാലും അവർ ഹാപ്പിയായി കഴിക്കുന്നതായിരിക്കും. അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ് കയറുന്നതായിരിക്കും. കുറച്ച് ഫാറ്റാന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ഒരു ചട്നിയും ലൈമും ഒന്നും പറയില്ല. കാരണം ഈ ഒരു ദോശയുടെ ടേസ്റ്റ് മാത്രം മതി. പക്ഷെ ഇതിപ്പോൾ കഴിക്കുമ്പോൾ നോക്കി അതിൻ്റെ ഒരു ചീസ് പുള്ളുണ്ടല്ലോ, നമ്മൾ പിzzയിലാണ് സാധാരണ പറയുന്നത്, പക്ഷെ ഒരു സംഭവമാണ്. ജെഫ്രി ഒന്ന് വലിച്ചു നോക്ക്. ജെഫ്രി, അത് തന്നെ, അതാണ് ആ സംഭവം. എന്ത് കൊമ്മയിലേക്ക് പോയിരിക്കുകയാണ്, അനങ്ങാൻ വയ്യ. 2 ദോശയും കൂടി ഉള്ളൂ. അങ്ങനെയുണ്ട്. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. ലൈം ജ്യൂസ് 5ാമത്തെ ക്ലാസ് അത് വേണം നമുക്ക്. ഇത്രയും റിച്ച്നെസ് ബാലൻസ് ചെയ്ത് ഡൈജഷന് വേണ്ടി നമ്മൾ കുടിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയും ദോശ എടുക്കണമെങ്കിൽ ഡൈജഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചൂടാണ്, പക്ഷെ ജെഫ്രിക്ക് ചൂട് വിഷയമല്ല. പക്ഷെ ചൂടോടെ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഫുള്ള് കാണാൻ പറ്റുന്നത്. ഓ എന്തൊരു ചൂടല്ലേ. പക്ഷെ ചൂടോടെ കഴിക്കുക ജെഫ്രി. നല്ല മഴ വെളിയിൽ, വേറെ ഒന്നും മുക്കണ്ട, ഇത് മാത്രമായിട്ട് കഴിച്ചാൽ മതി. ശരിക്കും പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവമായിരിക്കും. കാരണം നമ്മുടെ ഒരു എന്താ പറയുന്നത്, തനി നാടൻ പിസ്സ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. പക്ഷെ ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. പിസ്സയിൽ ശരിക്കും ഒന്നുമില്ലെങ്കിൽ ബ്ലാൻഡ് അല്ലേ, ടോപ്പിങ്സ് ഒന്നും ഇല്ലെങ്കിൽ. പക്ഷെ ഇവരുടെ സോസും ചീസും അവരുടെ ചട്നിയും കാഷ്യൂം എഗ്ഗും ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ഭയങ്കര ഹെവിയാണ്. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ പൊതുവെ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞാണ്, കുറച്ച് ഹെവിയാണ്. പക്ഷെ ഇറ്റ്സ് സോ ടേസ്റ്റി. എല്ലാ ദോശയും ഞങ്ങൾ ട്രൈ ചെയ്ത് റിയലി ടേസ്റ്റി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ദോശയുടെ എൻഡിങ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മുകേഷിനോട് ചോദിക്കണം പറ്റിയ ഡെസേർട്ട് വല്ലതും ഉണ്ടോയെന്ന്. അതും കൂടെ കഴിച്ചാൽ ഒരു പെർഫെക്റ്റ് ഫുഡ് ത്രൂ നോസ്റ്റാൾജി എപ്പിസോഡിൻ്റെ എൻഡിങ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ 10 മിനിറ്റ് ഒന്നും കഴിക്കില്ല ഞാൻ. പിന്നെ ഇനി ഞാൻ ഇന്ന് ഡിന്നറൊന്നും ഞാൻ ഇവിടുന്ന് നേരെ ജിമ്മിലേക്ക് വന്നത്. ജെഫ്രി എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചായിരുന്നു നടുക്ക് കൂടുതൽ ചീസുള്ള ഭാഗം. കൊള്ളായിരുന്നല്ലോ എന്തായാലും. ഒന്നും പറയാനില്ല. ദോശ ക്ലീൻ മുകേഷ് വന്നിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിരുന്നു. നമ്മള് പഴയ കാലത്തിലേക്ക് തന്നെ വീണ്ടും പോയി. ഒരുപാട് പേർക്ക് നല്ല മെമ്മറീസ് വരുന്ന ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ വർഷങ്ങളായിട്ട് എൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും നമ്മുടെ കസിൻസിനും അന്തുവിൻ്റെ ഫാമിലി എല്ലാവരുടെയും എറണാകുളത്തുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷം കൊടുത്ത ഒരു റെസ്റ്റോറൻ്റാണ് പഴയ ദോശ. പക്ഷേ എനിക്ക് ഒരു ഡെസേർട്ട് കഴിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയില്ല, കാണിച്ചു തരുള്ളൂ. ഞാൻ പോയിട്ട് വരാം. ഞങ്ങൾക്ക് വയ്യ. നിങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്താൽ ഞാൻ വരും. ജെഫ്രി വരും. അന്തുവിന് അനങ്ങാൻ പയ്യ. ശരിക്കും അന്തുവിനെ ഇത്ര ടയർഡായിട്ട് അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ഉറങ്ങുമെന്ന് തോന്നണം. അപ്പോൾ എന്തോ മുന്നേറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് പറയുന്നത്. നോക്കട്ടെ എന്താണ്. നമുക്കത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഡിമാൻഡുള്ള സാധനം. ഇത് ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല ഈ വേൾഡിൽ. ഇല്ല. അപ്പം എന്തായാലും നോക്കിയാൽ പറ്റും. വേൾഡിൽ ആരുമില്ല. അങ്ങനെ പറയാം. ഇതിന് പ്രായപരിധി ഇല്ല. ഇല്ല അല്ലേ? ഈ ഒരു ദോശ. For last time for today, Andu,
മാവ് കല്ലി വീഴുവാണ്. ഇനി ഇന്നത്തേക്ക് ഇത് വീഴുന്നത് കഴിഞ്ഞ് ഇനി മാറ്റി പറയൂ. ഇത് ഫിനിഷ് ഫൈനൽ. കാരണം നമുക്ക് മറ്റന്നാൾ വേറെ സ്ഥലത്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച മുതൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്ന സംഭവമാണ്. ഏത് ഈ ദോശയോ? ദോശയല്ല, ഇതിന്റെ അകത്ത് തന്നെ പാൽദോശ. ഇതിന്റെ അകത്ത് തന്നെ ഐറ്റംസ് പാൽദോശ അല്ല. അല്ല പിന്നെന്താ? പാലും അല്ല. അപ്പൊ ആദ്യം ജനിച്ചു കഴിഞ്ഞാൽ അതെന്താ നമ്മൾ ആദ്യം നാക്കിൽ പറഞ്ഞ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഞാൻ രക്ഷപ്പെട്ട് ചോക്ലേറ്റ്. ഞാൻ പറഞ്ഞ എവിടെ പോയാലും നമ്മള് ജെനുവിൻ ഫുഡിയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എന്തായാലും കിട്ടുന്നതായിരിക്കും. ഇത് ചോക്ലേറ്റ് ആണ്, ന്യൂട്ടല പോലെ ഉണ്ട്. ന്യൂട്ടലയാണ് അല്ലേ? ന്യൂട്ടല ദോശ. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത വെള്ളിൽ ആരെയുള്ളൂ? അയ്യോ ആരുമില്ല, ലോകത്ത് ആരുമില്ല ന്യൂട്ടല ഇഷ്ടമല്ലാത്തത്. അതിലൂടെ ദോശയിലും കൂടെ വന്നു കഴിയുമ്പോൾ ജെഫ്രി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ആ ചോക്ലേറ്റ് തിളയ്ക്കുന്നതുണ്ട എന്തൊരു ഫീലിംഗ് ആണെന്നറിയോ ഇവിടെ നിന്ന് ആ ന്യൂട്ടലയുടെ മണവും. ഇതൊരു സംഭവം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ഒരു ഫോം ഹോട്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് ഹോട്ട് ചോക്ലേറ്റോടെ കുറച്ച് കാഷ്യൂം ഇതിൻ്റെ അടിയിലൊരു ദോശ ബേസ്. അപ്പോൾ ഭയങ്കര മണം കേട്ടോ, ഒരു വോഫിളിൻ്റെ ഒക്കെ മണം. എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേഗം ഇത് റെഡി ആയിട്ട് ടേബിളിൽ കൊണ്ടുപോകണം. രണ്ട് കൈ കൊണ്ടുപോകണം. അതെ, ഇത് നമ്മുടെ ഹൈലൈറ്റ് എത്ര ഫുള്ളാണെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാം. ഇതൊരു ന്യൂട്ടല്ല ദോശയാണ്. ശരിക്കും ഒരു വോഫിളിന്റെ മണം. അത് അവിടെ വെച്ചേ പറഞ്ഞു. ഇത് ഭയങ്കര ചൂടായിരിക്കും, നന്നായി ആറിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അതെന്റെ ഒരു ടിപ്പാണ്. ഇപ്പൊ എടുക്കല്ല, ഭയങ്കര ചൂടാണ്. ലാസ്റ്റ് നാക്കും എല്ലാം പൊള്ളും. നാളെ നമുക്ക് അടുത്ത നോസ്റ്റാൾജിയ ഫുഡൊന്നും ചെയ്യാൻ പറ്റില്ല. സോ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ഭയങ്കര പാടാന്നറിയാം. നല്ല ന്യൂട്ടല്ല ദോശ ഫ്രണ്ട് ഇരിക്കുമ്പോൾ പക്ഷെ നമ്മള് വെയിറ്റ് ചെയ്തേ പറ്റും. അതും അത് പൊക്കിയൊക്കെ നടുക്കൂടെയൊക്കെ നോക്കുന്നു ബെൽറ്റ് ആയോ എന്നൊക്കെ. നക്കാനൊന്നും പാടില്ല ജെഫ്രി, വെയിറ്റ് ചെയ്യൂ. പറയുന്ന ചൂട് ഇല്ലല്ലോ. നോക്കുമ്പോ തന്നെ അകത്തെ ന്യൂട്ടല്ലയുടെ ഗ്ലേസിങ് കാണാം, കാഷ്യൂ കാണാം, എല്ലാം കൂടെ ഒരു ബൈറ്റിൽ കിട്ടണം. സംഭവമാണ് അല്ലേ? ആണെങ്കിലും കുഴപ്പമില്ല, കഴിച്ചോ. എനർജി നിങ്ങൾ എനർജി ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരുന്ന കഴിഞ്ഞാൽ മിക്കവാറും എനിക്കൊന്നും കിട്ടുന്നതായിരിക്കും. നല്ല ഷോട്ട് കുറച്ചും കൂടെ റെക്കോർഡ് ചെയ്യണം. കുറച്ചുകൂടി ഡിസ്റ്റൻസിൽ നിന്ന് നല്ല ഷോട്ട് എടുക്കും. ഞങ്ങളുടെ ഷോട്ട് കുറച്ചും കൂടെ വരണം. ചോക്ലേറ്റ് ന്യൂട്ടല്ല ദോശ ഫൈനൽ ഡിഷ്. ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, ഫുൾ ഓവർലോഡഡ് വിത്ത് ന്യൂട്ടല്ല, ക്രിസ്പി ദോശ, കാഷ്യൂ നട്ട്സ്, വേറെ ഒന്നുമില്ല. ആൻഡ് ദിസ് ഇസ് അൺബിലീവബിളി ടേസ്റ്റ്. ഈ ദോശയുടെ ക്രിസ്പിനെസ് ആണ് ഈ ഒരു ഡിഷിന് വേറെ ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് സോ ഗുഡ്. ആൻഡ് എവറി ബൈറ്റിൽ കാഷ്യൂവും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാ ദോശ ക്രിസ്പിയാണ്, പേപ്പർ പോലെ അല്ലെങ്കിൽ ഒടിഞ്ഞു വരുന്നുണ്ട്. പേപ്പർ ദോശയില്ല, ആ ഒരു ക്രിസ്പിനെസ് ആണ് ഇതിന്. ആ സൗണ്ട് വരെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ആ ക്രിസ്പിനെസ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിൻ്റെ കൂടെ ന്യൂട്ടല വരുമ്പോൾ പിന്നെ ആർക്കും ഇഷ്ടമല്ലാത്തില്ല. അത് ആക്ച്വലി ഒരു ബേൺഡ് ന്യൂട്ടലയുടെ ഫ്ലേവറാണ്. ബേൺ എന്ന് പറഞ്ഞാൽ കരിഞ്ഞല്ല, ഒരു സ്മോക്ക് ന്യൂട്ടലയുടെ ഫ്ലേവർ. സോ കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. ഇറ്റ്സ് അൺബിലീവബിൾ. ലാസ്റ്റ് ദോശയാണ്. അവരെല്ലാവരും കൈ ഒഴിഞ്ഞു, പക്ഷേ എനിക്കൊരു വിഷയമല്ല, മത്ത് പിടിക്കുന്ന ഒരു വിഷയമല്ല ചോക്ലേറ്റിൽ. അപ്പോൾ വി ഹോപ്പ് വി ആർ ഏബിൾ ടു ഗിവ് യു സം ഗുഡ് മെമ്മറീസ്. നിങ്ങളുടെ പഴയ മെമ്മറീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരിക്കുന്നു. എവ്രി വൺ ഹൂസ് ഫ്രം കൊച്ചിൻ ലവ്സ് പൈ ദോശ. ആൻഡ് ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഒരുപാട് നല്ല നോസ്റ്റാൾജിയ ത്രൂ ഫുഡ് വ്ളോഗ്സിന് ഉള്ള പരിപാടി ഇനിയും വരുന്നതായിരിക്കും. ആൻഡ് വൺസ് അഗൈൻ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കം ആൻഡ് ഓർഡർ പൈ ദോശ. ഇറ്റ് വിൽ ടേക്ക് യു ബാക്ക് ടു യുവർ ബെസ്റ്റ് മെമ്മറീസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചത് സമയം രാത്രി 8 മണി പറഞ്ഞാൽ സമയം 7:30. എന്തായാലും ഞങ്ങൾ ഈ ബോർഡ് കണ്ടപ്പോൾ ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. കാരണം പണ്ട് ഈ വഴി മുമ്പ് ബോർഡിനെ ലൈറ്റ് ഓഫ് ചെയ്ത് അതിനകത്ത് പൈ ദോശ അടച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു ഫുഡ് കിട്ടാതെ പോകേണ്ടി വരുന്നതിൻ്റെ ഒരു കാര്യം. പക്ഷേ ഈ ഒരു ബോർഡ് വളരെ നോസ്റ്റാൾജിക് ആണ്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ട്രിപ്പ് ബാക്ക് ടു നോസ്റ്റാൾജിയ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ് അല്ലോ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ നേരെ ജിമ്മിലേക്കാണ്. എൻ്റെ ജിമ്മിൻ്റെ തൊട്ട ഷീമാട്ടിയുടെ ഓപ്പോസിറ്റാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആസ് ഐ ഓൾവേസ് സ്റ്റേ ഹെൽത്തി ആൻഡ് ദെൻ യു വിൽ ഓൾവേസ് സ്റ്റേ ഹാപ്പി. ബൈ.